സംവിധായകൻ രഞ്ജിത്ത് ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിലായ വാർത്ത മലയാള സിനിമയിലെ ഒരു വലിയ ബിംബത്തിന്റെ പതനത്തെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. തനിക്ക് മുകളിൽ ആരുമില്ല എന്ന അഹങ്കാരത്തിൽ പിറവിയെടുത്ത ധാർഷ്ട്യവും കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന പ്രതിച്ഛായയും ഹിറ്റ് സിനിമാ സംവിധായകന്റെ കുപ്പായവും കൂടിയായപ്പോൾ ആരോടും എന്തും ചെയ്യാമെന്നായി സിനിമയിലും ജീവിതത്തിലും മാടമ്പിയായ രഞ്ജിത്തിന്. കാലങ്ങളായി താൻ തന്നെ നിർമ്മിച്ചെടുത്ത ബുദ്ധിജീവി പരിവേഷവും ആണധികാരത്തിന്റെ ഗർവും നിയമത്തിന് മുന്നിൽ അപ്രസക്തമാകുന്ന വളരെ സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്തിന്റെ അറസ്റ്റിലൂടെ സമൂഹം കൊട്ടിഘോഷിച്ച ഒരു വ്യാജ ബുദ്ധിജീവിയുടെ ബിംബം കൂടി ഉടയുകയാണ്. നമുക്കറിയാം, കയ്യടി നേടിയ രഞ്ജിത്തിന്റെ സിനിമകളിലെ ഒട്ടുമിക്ക നായകന്മാരും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമുള്ളവരും സ്ത്രീകളെ തങ്ങൾക്ക് കീഴ്പ്പെട്ടവരായി കാണുന്നവരുമായിരുന്നു എന്ന്. സിനിമയിലെ ഈ മാടമ്പിത്തം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും പ്രസ്താവനകളിലും നിഴലിച്ചിരുന്നു എന്നത് തർക്കമില്ലാത്ത ഒരു കാര്യവുമാണ്. പല അഭിമുഖങ്ങളിലും തനിക്ക് മുകളിൽ ആരുമില്ല എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം ഏറെ വിമർശിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. തന്നോട് വിയോജിക്കുന്നവരെ പുച്ഛിച്ചു തള്ളുന്നതും സിനിമാ രംഗത്തെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ആരെയും അടിച്ചമർത്താമെന്നുമുള്ള ബോധം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. ദേവാസുരം മുതൽ രാവണപ്രഭു വരെയുള്ള സിനിമകളിൽ നായകൻ സ്ത്രീകളെ അപമാനിക്കുന്നതും കീഴ്പ്പെടുത്തുന്നതും സ്ത്രീ വിരുദ്ധതയാണെന്നും അത് വിമർശിക്കപ്പെടേണ്ടതാണെന്നും ചൂണ്ടിക്കാണിച്ചപ്പോഴും പരിഹാസം കൊണ്ട് അതിനെ മറികടക്കാനായിരുന്നു നമ്മുടെ സംവിധായകൻ ശ്രമിച്ചത്. സിനിമയുടെ പിന്നാമ്പുറങ്ങളിലും ഇത്തരം രീതികൾ തുടരാമെന്ന വളരെ തെറ്റായ സന്ദേശമാണ് ഇത്തരം നിർമ്മിതികളിലൂടെ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേവലം യാദൃശികമായിരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പലപ്പോഴും പക്ഷാപാതപരമായിരുന്നു. താൻ ആരെയും ഭയപ്പെടുന്നില്ല എന്ന നിലപാടിൽ നിന്ന് നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥയിലേക്കുള്ള രഞ്ജിത്തിന്റെ പതനം അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കുന്നവർക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. കലയെയും കലാകാരന്മാരെയും സംരക്ഷിക്കേണ്ട വ്യക്തി തന്നെ വേട്ടക്കാരനായി മാറുന്നു എന്നത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അങ്ങേയറ്റം ഭയാനകരമാണ്. മുൻപും പല വിവാദങ്ങളിലും ഇരകൾക്കൊപ്പം നിൽക്കുന്നതിന് പകരം വേട്ടക്കാരെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തമാശയായി കാര്യങ്ങളെ കാണാനോ ആണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. മലയാള സിനിമയുടെ സാംസ്കാരിക മുഖമായി സ്വയം അവരോധിച്ചിരുന്ന ഒരാൾ ഇത്തരം ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാകുന്നത് സിനിമ എന്ന മാധ്യമത്തിന്റെ അന്തസ്സിനെ തന്നെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. സാംസ്കാരിക കേരളം ഇത്രയും കാലം ഒരു വിഗ്രഹമായി കൊണ്ടു നടന്ന ഒരാളുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്റെ സർഗാത്മകതയെയും ബുദ്ധിയെയും സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള മറയാക്കി മാറ്റിയെന്ന ആരോപണം തെളിയിക്കപ്പെട്ടാൽ അത് മലയാള സിനിമയ്ക്ക് ഏൽപ്പിക്കുന്ന മുറിവ് വളരെ ആഴമുള്ളത് തന്നെയാണ്. തന്റെ സിനിമകളിലെ നായകന്മാരെ പോലെ നിയമത്തിന് മുകളിലാണ് താൻ എന്ന തോന്നലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്തരം ഒരു ഗതികേടിൽ എത്തിച്ചത്. വിമർശിക്കുന്നവരെ നിശബ്ദമാക്കാനും അധികാരം ഉപയോഗിച്ച് സത്യങ്ങളെ മൂടിവെക്കാനും കഴിഞ്ഞിരുന്ന ഒരു കാലം അസ്തമിച്ചുവെന്ന് രഞ്ജിത്ത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. രഞ്ജിത്തിന്റെ അറസ്റ്റ് വെറും ഒരു നിയമ നടപടി മാത്രമായി കാണരുത്. വർഷങ്ങളായി മലയാള സിനിമയിൽ നിലനിന്നിരുന്ന ബോയ്സ് ക്ലബ് സംസ്കാരത്തിനും പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിനുമേറ്റ കനത്ത പ്രഹരം തന്നെയാണിത്. പത്മരാജനെയും ഭരതനെയും പോലുള്ള പ്രഗത്ഭരുടെ പിൻഗാമിയാണെന്ന് അവകാശപ്പെടുമ്പോഴും പ്രവൃത്തിയിൽ അദ്ദേഹം കാണിച്ച തരം താഴ്ന്ന രീതികൾ ചരിത്രം ഒരിക്കലും വിസ്മരിക്കില്ല. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, പക്ഷേ സാംസ്കാരിക കേരളത്തിന്റെ മുന്നിൽ രഞ്ജിത്ത് എന്ന ബുദ്ധിജീവി ബിംബം എന്നേക്കുമായി ഉടഞ്ഞു വീണ് കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇരയാക്കപ്പെട്ടവരുടെ കണ്ണീരിനും പോരാട്ടത്തിനും മുന്നിൽ തകർന്നടിയുന്നത് വെറുമൊരു വ്യക്തി മാത്രമല്ല, മറിച്ച് കാലങ്ങളായി തുടർന്നു പോന്ന സ്ത്രീ വിരുദ്ധമായ ഒരു വ്യവസ്ഥിതി കൂടിയാണ്.